ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ വീട്ടിൽ ഒരു കുട്ടിയുണ്ടെങ്കിൽ നിങ്ങൾ ഈ വോയിസ് തീർച്ചയായും കേട്ടിരിക്കണം. ഞാൻ 1 മുതൽ 10 വരെ പഠിച്ചത് ഒരു ഗേൾസ് സ്കൂളിലാണ്. മകളെ കൂടുതൽ സുരക്ഷിതയാക്കാൻ വേണ്ടിയിട്ട് എന്നെ ഓട്ടോയിലാണ് സ്കൂളിലേക്ക് അയച്ചിരുന്നത്. ട്യൂഷൻ വീട്ടിനടുത്തുള്ള ഒരു ട്യൂഷൻ സെൻറ്ററിൽ തന്നെയായിരുന്നു. പക്ഷേ അന്നത്തെ കാലത്ത് ഗുഡ് ടച്ച്, ബാഡ് ടച്ച് എന്താണെന്ന് പോലും എനിക്കറിയില്ല. സ്കൂളിൽ പോലും അന്ന് ഇതിനെക്കുറിച്ചൊന്നും പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും സുരക്ഷിതരാണെന്ന് നമ്മൾ കരുതുന്നിടത്തുനിന്നായിരിക്കും ചിലപ്പോൾ ബാഡ് ടച്ച് ഉണ്ടാകുന്നത്. അങ്ങനെയൊരു സിറ്റുവേഷൻ അവർക്കുണ്ടായാൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവർ വീടിന് പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവരെ കേൾക്കാൻ നമ്മളുണ്ടാവണം. ഫോൺ മാറ്റി വെച്ചിട്ട് അവർക്ക് വേണ്ടി അല്പം സമയം കൊടുക്കണം. ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവർക്കിടയിൽ ഉണ്ടാക്കിയെടുത്താൽ തീർച്ചയായിട്ടും അവർ നമ്മുടെ ഒരു നല്ല സുഹൃത്തായി മാറും. എന്തും തുറന്ന് പറയുന്ന ഒരു നല്ല സുഹൃത്ത്. അപ്പോൾ പിന്നെ നമ്മുടെ മക്കളെ ആരും ഈ പറഞ്ഞ പോലെ ബാഡ് ടച്ച് ചെയ്യാനോ ഒന്നും പോവില്ല. അഥവാ അങ്ങനെ ഉണ്ടായാൽ അവരാദ്യം പറയുന്നത് നമ്മളോടാകും. അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഈ പറഞ്ഞ ബാഡ് ടച്ച് അത് ചിലപ്പോൾ ഏറ്റവും അടുത്തുനിന്ന് തന്നെയാകാം. നമ്മൾ യാത്ര ചെയ്യുന്ന ഓട്ടോറിക്ഷയിൽ നിന്നോ നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരിൽ നിന്നോ ചുറ്റുമുള്ള കച്ചവടക്കാരിൽ നിന്നോ ആരിൽ നിന്നും. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. ഞാൻ ചിലരെ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും